ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ടുഡേ ഈസ് സ്പെഷ്യൽ ഡേ. ഇന്ന് പാത്തൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. 13th ബർത്ത്ഡേ ആണ് പാത്തൂട്ടിയുടെ. പാത്തൂട്ടിക്ക് ഒരു ചെറിയ സർപ്രൈസൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ചെറിയ സർപ്രൈസ്, നമ്മൾ ചെറിയ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു വലുതാണ്. അപ്പോൾ പാത്തൂട്ടിക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനറിയാം, അബിക്കൊക്കെ അറിയാം, അബിക്കും സുൽത്താനാക്കൊക്കെ അറിയാം, പക്ഷേ പാത്തൂട്ടിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ 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 ആഘോഷങ്ങൾ മാത്രമേ. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ട്, പിന്നെ വൈകുന്നേരം നമ്മൾ കുറച്ചൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം വഴിയേ കാണാം. അപ്പം ഞാൻ ഇപ്പം ബിരിയാണി വയ്ക്കാൻ പോണ്. പിന്നെ എനിക്ക് പാത്തൂട്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കണം, എനിക്ക് കുളിച്ച് റെഡിയാകണം, ഞാൻ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാം വഴിയേ കാണാം. എന്തായാലും എനിക്ക് ബിരിയാണി വയ്ക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാര്യം ഒത്തിരി ഇതുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എൻ്റെ ജോലികൾ തുടങ്ങണം. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിരത്തി വെച്ച് കാണിക്കാം. ബാക്കിയെല്ലാം വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. സർപ്രൈസൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പാത്തുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ റെഡിയല്ലേ? ബാ. ബർത്ത്ഡേകൾ രാവിലെ 8 മണിക്കാണ് ഉറക്കം എഴുന്നേറ്റ് ഒന്ന് വരാന്തയിൽ എന്തോ പോയി എണ്ണാനെ പോലെ ഇരിപ്പുണ്ട്. ഈ വീഡിയോ ഇടരുത്, ഞാൻ ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന കോലം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ കാണിക്കും. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലുറക്കി മുമ്പേ ഫോട്ടോ എടുക്കാൻ പോകണം, ഇല്ലെങ്കിൽ കത്തിക്കരിഞ്ഞു പോവും, ഫോൺ ഹീറ്റാവുകയും ചെയ്യും. അങ്ങനെ ഞാനും പാത്തൂട്ടിയും ഫാസിലയും കുഞ്ഞും കൂടെ ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ പാത്തൂട്ടിയുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും പോയാണ്. പാച്ച രാവിലെ വെറുതെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ പാച്ച അടുത്ത് പറഞ്ഞ്, പാച്ച ഒരു സർപ്രൈസ് ഉണ്ട്, പാത്തൂന് പോയി ഉടുപ്പിട്ടിട്ട് വരാൻ പറഞ്ഞു. എന്നെ കാണിക്കണം, ഇതിൽ ഫ്രണ്ട് ക്യാമറ ആണോ? എന്തെങ്കിലും ആട്ടെ, വെയിൽ ഒന്നും കാണാൻ പോയി. അപ്പോൾ പാത്തൂനെയും കുഞ്ഞുവിനെയും കൂടെ നമ്മൾ പാർക്കിൽ കൊണ്ടുപോയിട്ട്, ഇവിടെ ഞങ്ങളുടെ പാർക്കിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാം. ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഗൈസ്, വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഇതിൽ സൗണ്ട് ഇല്ല പകുതിക്ക് വെച്ച്. കാരണം ഫോൺ ഹീറ്റായിട്ട് സൗണ്ട് മ്യൂട്ടായിപ്പോയി. എൻ്റെ ഫോൺ അങ്ങനെയാണ്, ഹീറ്റാകുമ്പോൾ പിന്നെ കൊടുക്കുന്ന സൗണ്ട് പുറത്ത് വരത്തില്ല. അപ്പം ഞാനിതിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് പാത്തൂട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സർപ്രൈസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ വർഷവും കേക്ക് മേടിക്കുമല്ലോ, അപ്പോൾ അവൾക്ക് ഈ പ്രാവശ്യം കേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചു. അപ്പോൾ അവൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മക്കൾ നിൽക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റും കൂടെ ആയിരുന്നു. അപ്പോൾ അവൾ ഓക്കെയാണ്, ബിരിയാണി ഉണ്ടല്ലോ, ഉമ്മച്ചി മുട്ടായി ഉണ്ടല്ലോ, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ രഹസ്യമായിട്ട് കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് കാണാനുള്ള ഒരു ഇതായിരുന്നു. സർപ്രൈസ് കൊടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷമാവും എന്നറിയാം. നമ്മുടെ മക്കൾക്കൊരു മൊട്ടുസൂചി മേടിച്ചു കൊടുക്കുമ്പോഴും അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരി, അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ഇത്രയും പേര് ചേർന്നാണ് പാത്തൂട്ടിക്ക് ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കണം അല്ലേടാ. നമ്മൾ പാത്തൂന് മാത്രം അറിഞ്ഞൂടെ സർപ്രൈസ് എന്താണെന്ന്. മുടി കെട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയൂല, ഇവർക്കൊക്കെ അറിയാം, ചുമ്മാ ഇവർക്ക് അറിഞ്ഞൂട. ഇവരെ ഞാൻ പറ്റിക്കുകയാണ് വിദഗ്ധമായിട്ട്. ഇത് ആസിഫ്, ഇത് ആദിൽ, ഇത് പാച്ച. എല്ലാവർക്കും അറിയാം, പാച്ച എൻ്റെ വീഡിയോയിൽ പറഞ്ഞാൽ. അത് ഏത് ചെറുക്കനാ എന്തോ എനിക്ക് അറിഞ്ഞൂട. നമ്മൾ സർപ്രൈസിന് എടുക്കാം ബാക്കി വീഡിയോ. 12 മണിക്ക് കിട്ടാൻ ഗൈസ് 10:30 കിട്ടാനുള്ള കേക്കാണ്. കേക്ക് റെഡിയാകാൻ കുറച്ച് താമസമായി. പിള്ളേരെ ഞാൻ കളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് വെള്ളയാണ്, അഴുക്കാക്കി കൊണ്ട് വരുമെന്ന് ഓരിപ്പോയി. കേക്ക് ഭയങ്കര കൺഫ്യൂഷനാക്കി ഗൈസ്. 10:30 മുറിക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ നടന്നില്ല. വീടിൻ്റെ തൊട്ടപ്പുറത്ത് നാഫിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്ക് കറക്റ്റ് സമയപ്പോൾ അവരുടെ ബീറ്റർ കംപ്ലൈൻ്റായി. എന്തോ മൊത്തത്തിൽ എനിക്ക് ഈ സർപ്രൈസ് മീൻസ് ബാക്കിയുള്ളവർക്ക്, അവർക്ക് കുട്ടികൾക്ക് കളിച്ചാൽ മതി, എനിക്ക് ടെൻഷൻ മൊത്തം. ഒരു സൈഡ് ബിരിയാണിയുടെ ഇത്, മറ സൈഡിൽ അവർക്ക് കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അവിടെ മുറിയിൽ നിന്ന് കൊണ്ടുവന്നത് കാണിക്കണം. മൊത്തത്തിൽ കൺഫ്യൂഷൻ. അങ്ങനെ കാത്തിരുന്ന് കേക്ക് വന്നു. ഞാൻ കടപ്പുറത്ത് പോയിട്ട് പാത്തൂട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പം ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അവൾ കയറി വന്നപ്പോൾ ഞാനിവിടെ കേക്ക് മുട്ടായി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സർപ്രൈസ്. അവസാന ഘട്ടത്തിൽ കേക്ക് ലേറ്റായപ്പോൾ പൊളിയുമെന്നുണ്ടായിരുന്നു. കാരണം ഫാസിലൊക്കെ അറിയാമായിരുന്നു, കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് വയ്ക്കൂലല്ലോ. പക്ഷേ അവൾ അറിഞ്ഞില്ല. അതാണ് വന്നപ്പോൾ അത്രയും സന്തോഷം. കേക്ക് ഇല്ലായിരുന്നു എന്നാണ്. ലാസ്റ്റായപ്പോൾ എന്തൊക്കെയോ അവൾക്കൊരു മണത്തു, പക്ഷേ എങ്കിലും ഞാൻ അതിവിദഗ്ധമായിട്ട് ലാസ്റ്റ് വരെ ഒളിപ്പിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് നടത്തി. ഞങ്ങളുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ്, പാത്തോട്ടിയുടെ കൂട്ടുകാരും ഞാനും നിക്കായും നമ്മൾ മാത്രം. അപ്പം എൻ്റെ ഫ്രണ്ട് സുലുവിൻ്റെ മക്കളെയും കൂടി കൊണ്ടാക്കാൻ പറഞ്ഞതാണ്. പക്ഷേ പിള്ളേർ ട്യൂഷനോ മറ്റോ പോയിരുന്നത് കൊണ്ട് കൊണ്ടാക്കിയില്ല. അപ്പം നമ്മൾ വീഡിയോ കോളിലാണ് എല്ലാ വർഷവും കേക്ക് മുറിക്കുന്നത്.
അങ്ങനെ കേക്ക് മുറി എപ്പോഴത്തെയും പോലെ വലിയ ഹാപ്പി ആയിട്ടൊക്കെ നടത്തി. അവൾക്ക് കേക്ക് കണ്ടപ്പോൾ തന്നെ സന്തോഷം. പിന്നെ അവൾ ബിരിയാണിയും കാര്യങ്ങളും എല്ലാം മറന്നുപോയി. അപ്പം പാത്തൂട്ടിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം, കുട്ടികൾക്ക് അവളുടെ കൂട്ടുകാർക്ക് ഫുഡ് കൊടുക്കണം, കുട്ടികൾക്ക് കേക്ക് കൊടുക്കണം, എല്ലാം കുട്ടികൾക്ക് കൊടുക്കണം. മുതിർന്ന ആൾക്കാർക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണ്. അതായത് അയൽവക്കത്തോ അങ്ങനെയൊന്നും മുട്ടായോ കേക്കോ ഒന്നും കൊടുക്കുന്നില്ല. കാര്യം നമ്മളെ കുട്ടികൾക്ക് കൊടുത്താൽ മതി. കൊച്ചു കുട്ടികളുടെ സന്തോഷം. എൻ്റെ കേക്ക് മുറിക്കുന്ന സമയത്ത് അവളുടെ കൂടെ ഇരിക്കുന്ന അബിനാരെ മക്കളാണ് ആദിലും ആസിഫും അവരും. പിന്നെ സുൽത്താന ഇവിടെ ഇല്ലായിരുന്നു. സുൽത്താനയുടെ മോനെയും കൊണ്ട് അവളുടെ മദറിൻലോടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുൽത്താനാക്ക് വരാൻ പറ്റിയില്ല. അഭിനയ്ക്ക് പനിയായിട്ട് കിടപ്പായിരുന്നു. ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്കും ശബ്ദമൊന്നും ഒട്ടുമില്ല. എൻ്റെ തൊണ്ടയെല്ലാം അടച്ചിരിക്കുകയാണ്. ഭയങ്കര കോൾഡൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു, എല്ലാവരും കഴിച്ചു, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം. പിന്നെ കേക്ക് ഞാനും കഴിച്ചു. വീഡിയോ കോൾ വഴി ഇക്കാക്കും കൊടുത്തു. വീഡിയോ കോൾ വഴി കുഞ്ഞിന് സംശയം ഉണ്ടായിരുന്നു ഫോൺ വഴി എങ്ങനെ കഴിക്കുമെന്ന്. അങ്ങനെ കുറേ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം പോയി. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് കുട്ടികൾ വീണ്ടും കളിക്കാൻ പോയി. പിന്നെ ഞാൻ എല്ലാവർക്കും ബിരിയാണി നിരത്തി വെച്ചിട്ട് ഫസ്റ്റ് ആണ് ഞാൻ ദം ബിരിയാണി ട്രൈ ചെയ്യണത്. കുട്ടികൾ വന്നു വരിയായിട്ട് കൈയൊക്കെ കഴുകി വന്നു കഴിക്കായിരുന്നു. വട്ടത്തിലിരുന്ന് കഴിച്ചു. ഞാൻ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ബർത്ത്ഡേ ആഘോഷം. ചെറിയ സന്തോഷം വലിയ സന്തോഷം, ചെറിയ ആഘോഷം വലിയ സന്തോഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വ്ളോഗോ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞുവിൻ്റെ വ്ളോഗ് എടുക്കാൻ എനിക്ക് വയ്യായിരുന്നത് കൊണ്ടാണ് ആ സമയത്ത് ഞാൻ വ്ളോഗ് എടുക്കാത്തത്. അതൊരു തട്ടിക്കൂട്ട് ബർത്ത്ഡേ ആയിരുന്നു. ഇതും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.